ഈ വീഡിയോയിൽ പുതുതായി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓറിയൻ ടെക്നോളജീസ് എന്ന കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ, IPO വിവരങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓറിയൻ ടെക്നോളജീസ് അതിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 21 ആരംഭിച്ചിരുന്നു. ഓഗസ്റ്റ് 23 വരെയായിരുന്നു IPOയ്ക്ക് അപേക്ഷിക്കാവുന്ന തീയതികൾ. 72 ഷെയറുകളുടെ ഒരു ലോട്ടിന് ഓഹരി ഒന്നിന് 195 മുതൽ 206 രൂപയുടെ ഫിക്സഡ് പ്രൈസ് ബാൻഡിലാണ് ഓഹരികൾ ഓഫർ ചെയ്തത്. IPOയിൽ നിന്ന് കമ്പനി മൊത്തം 214.76 കോടി രൂപ സമാഹരിച്ചു. ഇഷ്യൂ മൊത്തത്തിൽ 151.71 മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു. ഇതിൽ തങ്ങൾക്ക് അനുവദിച്ച ക്വാട്ടയിൽ നിന്ന് 300.7 മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക വഴി ഈ IPOയ്ക്ക് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ശക്തമായ താൽപ്പര്യമാണ് പ്രകടിപ്പിച്ചത്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് 189.9 മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ റീറ്റെയിൽ നിക്ഷേപകർക്കായി നീക്കിവെച്ചിരിക്കുന്ന ഭാഗത്തിന് 66.87 മടങ്ങ് വരിക്കാരായി. നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ IPOയ്ക്ക് നിക്ഷേപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. IPOയോടുള്ള ശക്തമായ നിക്ഷേപകരുടെ പ്രതികരണത്തെ തുടർന്ന് ഓറിയൻ ടെക്നോളജീസിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അഥവാ GMP കുതിച്ചുയർന്നിരുന്നു. അവസാനം റിപ്പോർട്ട് ചെയ്ത GMP ഒരു ഷെയറിന് 80 രൂപ മുതൽ 82 രൂപ വരെയായിരുന്നു. ഇത് ഓഹരിയിൽ ഏകദേശം 40% ലിസ്റ്റിംഗ് നേട്ടത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ബിഡ്ഡിങ്ങിന്റെ അവസാന ദിവസം GMP ഏകദേശം 60 രൂപയായിരുന്നു. കമ്പനിയുടെ ഓഹരികൾ BSEയിലും NSEയിലും ഓഗസ്റ്റ് 28 ബുധനാഴ്ച ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഈ കമ്പനിയിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് വരും കാലങ്ങളിൽ പ്രയോജനമുണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങൾ ചുരുക്കം ചില നിക്ഷേപകർക്കിടയിലെങ്കിലും ഉണ്ടായേക്കാം. ഈ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരം നൽകാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കമ്പനിയെക്കുറിച്ച് അത്യാവശ്യം വിവരങ്ങൾ നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയുള്ളതാണ് പരമാവധി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ഈ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 1997 മഹാരാഷ്ട്രയിലെ മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു IT കമ്പനിയാണ് ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡ്. ഡേറ്റാ സെന്റർ സൊല്യൂഷൻസ്, വെർച്വൽ സ്റ്റോറേജ്, മാനേജ്ഡ് പ്രിന്റ്, എന്റർപ്രൈസ് സെർവേഴ്സ്, ക്ലൗഡ് ഹോസ്റ്റിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ബിസിനസ് ആപ്ലിക്കേഷൻ, അനലിറ്റിക്സ്, മൊബിലിറ്റി, IT റിന്യൂവലുകൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു കമ്പനിയുടെ സേവനങ്ങൾ. ഈ ബിസിനസ് മേഖലയിലുടനീളം പ്രത്യേക ഉൽപ്പന്നങ്ങളും പരിഹാരങ്ങളും വികസിപ്പിക്കുന്നതിന് കമ്പനി ആഴത്തിലുള്ള വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഡെൽ ഇന്റർനാഷണൽ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോർട്ടിനെറ്റ്, ന്യൂട്ടാനിക്സ് നെതർലാൻഡ്സ് തുടങ്ങിയ പ്രമുഖ ആഗോള സാങ്കേതിക പങ്കാളികളുമായി കമ്പനിക്ക് തന്ത്രപരമായ സഹകരണമുണ്ട്. അതിൻ്റെ വൈവിധ്യമാർന്ന ഉപഭോക്താക്കളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ നൂതനമായ പരിഹാരങ്ങൾ കൂടാതെ കമ്പനിയുടെ ശക്തമായ IT ഇൻഫ്രാസ്ട്രക്ചർ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പ്രശസ്തി നേടിയിട്ടുണ്ട്. അത് കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സായി മാറുന്നു. നിലവിൽ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ് എന്നിവ അടങ്ങിയ BSFI സെക്ടർ, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിംഗ്, ഗവൺമെന്റ് മേഖലകളിലെ പ്രമുഖ കമ്പനികൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യവസായങ്ങളിൽ നിന്നും നിരവധി ക്ലയന്റുകളാണ് കമ്പനിക്കുള്ളത്. ഇതിൽ BFSI മേഖലയിൽ നിന്ന് ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ്, ട്രേഡ് ബുൾ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, VJS ബാങ്ക്, VKS ബാങ്ക്, IT മേഖലയിൽ നിന്ന് ഇന്റഗ്രിയൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗവൺമെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനികളിൽപ്പെടുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ്, മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, ജോയിന്റ് കമ്മീഷണർ ഓഫ് സെയിൽസ് ടാക്സ് മുംബൈ തുടങ്ങിയ ശക്തമായ ക്ലയന്റുകൾ ഇവയിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. 2024 സാമ്പത്തിക വർഷത്തിലെ കണക്ക് പ്രകാരം കമ്പനിയുടെ മൊത്തം വരുമാനമായ 602.89 കോടിയിൽ IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് 314.65 കോടിയും IT എനേബിൾഡ് സർവീസസ് 133.92 കോടിയും ക്ലൗഡ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് സർവീസസ് 154.33 കോടിയും സംഭാവന ചെയ്യുന്നു. ഉപഭോക്തൃ വിഭാഗം തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ BFSI 130.64 കോടി,
ബ്രോഡ്കാസ്റ്റ് മീഡിയ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 31.09 കോടി, കമ്മ്യൂണിക്കേഷൻ 77.09 കോടി, ഹെൽത്ത് കെയർ 23.31 കോടി, IT എനേബിൾഡ് സർവീസസ് 58.76 കോടി, മാനുഫാക്ചറിംഗ് 19.09 കോടി, ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, എഡ്യൂക്കേഷൻ, ലോജിസ്റ്റിക്സ്, എനർജി സർവീസസ്, ഇ-കൊമേഴ്സ് എന്നിവയെല്ലാം ചേർത്ത് 180.76 കോടി എന്നിങ്ങനെയാണ്. ഇതിൽ നിന്നും ഓറിയൻ ടെക്നോളജീസിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് BFSI സെക്ടറിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കാം. കമ്പനിയുടെ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്ര തന്നെയാണ്. ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ കമ്പനിയുടെ വരുമാനവും അറ്റലാഭവും വർഷം തോറും ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. 2022 467.44 കോടി രൂപയിൽ നിന്ന് വരുമാനം 2024 സാമ്പത്തിക വർഷത്തിൽ 602.89 കോടി രൂപയായി ഉയർന്നു. കൂടാതെ ലാഭം 2022 33.49 കോടി രൂപയിൽ നിന്ന് 24 സാമ്പത്തിക വർഷത്തിൽ 41.45 കോടി രൂപയായി ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 27.26% ROEയും ROCE 28.42% റിപ്പോർട്ട് ചെയ്തു. കമ്പനി ഓഹരി ഉടമകളുടെ മൂലധനത്തിന് നല്ല വരുമാനം നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ മൊത്തത്തിലുള്ള വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇത് കാണിക്കുന്നു. കാര്യമായി കടബാധ്യതയില്ലാത്ത കമ്പനി പ്രധാനമായും സ്വന്തം ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. IT മേഖലയുടെ ഇൻഡസ്ട്രി ഓവർവ്യൂ കൂടി നോക്കാം. IT എനേബിൾഡ് സർവീസസ് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്നതിന് വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വിപുലമായ സേവനങ്ങളാണ് IT കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നത്. കലണ്ടർ വർഷം 2019 മുതൽ 2023 വരെ IT വ്യവസായം 5.6% CAGR നിരക്കിൽ വളർച്ച രേഖപ്പെടുത്തി. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സേവനങ്ങൾ, ഇൻഷുറൻസ് തുടങ്ങിയവ അടങ്ങുന്ന BFSI, ടെലികോം മേഖലകളിൽ നിന്ന് ആവശ്യങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ CRMന്റെ അളവ് 6 മുതൽ 8% വളർച്ചാ നിരക്കിലേക്ക് എത്തുമെന്ന് കരുതുന്നു. IT എനേബിൾഡ് സർവീസസ് കമ്പനികളുടെ ആഭ്യന്തര വരുമാനം 2024 2027 ഇടയിൽ 6 മുതൽ 8% CAGR നിരക്കിൽ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൈസേഷൻ കാരണം 2027 സാമ്പത്തിക വർഷത്തോടെ ഇത് 430 മുതൽ 460 ബില്യൺ രൂപയിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ IT സേവനങ്ങളുടെ അക്കൗണ്ട് മൊത്തം ഇന്ത്യൻ IT വരുമാനത്തിന്റെ ഏകദേശം 53%. ഇനി ഈ കമ്പനിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ ആദ്യമായി അതിശക്തമായ കമ്പനികൾ ഉൾപ്പെട്ടിരിക്കുന്നതാണ് IT മേഖല എന്നത് തന്നെയാണ്. ഓറിയൻ ടെക്നോളജീസ് വരുമാനത്തിൽ സ്ഥിരമായ വർധനവ് പ്രകടമാക്കിയിട്ടുണ്ടെങ്കിലും HCL, വിപ്രോ, LTI മൈൻട്രി, ടെക് മഹീന്ദ്ര എന്നിവയെ അപേക്ഷിച്ച് കമ്പനി വളരെ ചെറിയ തോതിലാണ് പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് മിതമായ വരുമാനവും EPSുമാണ് ഉള്ളതെങ്കിലും 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.64% ഇത് വളരെ മികച്ച റേഷ്യോ തന്നെയാണെന്ന് പറയാം. മറ്റ് കമ്പനികളുടെ ROE നോക്കാം. ഇതിൽ HCL ടെക്നോളജീസിന് 23.01%, വിപ്രോ 14.79%, ടെക് മഹീന്ദ്ര 8.83% എന്നിങ്ങനെയാണ്. ഈ വമ്പൻ കമ്പനികളെ മറികടക്കുന്ന പ്രകടനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഓറിയൻ ടെക്നോളജീസ് കാഴ്ചവെച്ചത്. അടുത്ത വെല്ലുവിളികൾ ഇന്ത്യൻ വിപണിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഏതാനും പ്രധാന ക്ലയന്റുകളെ മാത്രം ആശ്രയിക്കുന്നതുമാണ്. എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന വിവര സാങ്കേതിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ കമ്പനിയും വളരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ IPOയ്ക്ക് ബ്രോക്കറേജുകളുടെ വിലയിരുത്തൽ കൂടി നോക്കാം. കമ്പനിയുടെ അനുഭവപരിചയമുള്ള മാനേജ്മെന്റ്, ശക്തമായ സാമ്പത്തിക അടിത്തറ, ദീർഘകാല ക്ലയന്റ് ബന്ധങ്ങൾ, അസറ്റ് ലൈറ്റ് മോഡൽ,
ഡാസ് മോഡലിലെ വിപുലീകരണ പദ്ധതികൾ എന്നിവ കാരണം ദീർഘകാല നിക്ഷേപത്തിനായി ബ്രോക്കറേജുകൾ ഈ IPOയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്രയും കാര്യങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം തീരുമാനിക്കാവുന്നതാണ്. IPO ലഭിച്ചവർ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.